ഷവറിനുള്ളിൽ നിൽക്കുന്ന നായിക, പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന നിഴൽ രൂപം, ഉയരുന്ന കത്തി, ഭയത്തിൽ നിലവിളിക്കുന്ന മുഖം, ഒഴുകുന്ന വെള്ളത്തിലൂടെ പടരുന്ന രക്തം. ശരീരത്തിൽ കത്തി തൊട്ടിട്ടില്ല, കമ്പ്യൂട്ടർ ഗ്രാഫിക്സും അല്ല, രക്തത്തിനു പകരം ചോക്ലേറ്റ് സിറപ്പ്. 3 മിനിറ്റുള്ള ഒരു രംഗം ഷൂട്ട് ചെയ്യാനെടുത്തത് ഒരാഴ്ച. രംഗത്തിനായി ഉപയോഗിച്ചത് 52 ഷോട്ടുകളും 78 കട്ടിങ്ങുകളും. 66 വർഷങ്ങൾക്ക് മുൻപ് ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന വിഖ്യാതനായ സംവിധായകന്റെ വെള്ളിത്തിരയിലെ മാജിക്കിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സൈക്കോ വെറുമൊരു ഹൊറർ സിനിമയായിരുന്നില്ല. മനുഷ്യന്റെ മനസ്സിലാണ് യഥാർത്ഥ ഭയം ഒളിഞ്ഞിരിക്കുന്നതെന്ന് ലോകത്തെ പഠിപ്പിച്ച സിനിമയായിരുന്നു അത്. സുന്ദരനും ശാന്തനുമായ നോർമൻ ബേറ്റ്സിന്റെ ഉള്ളിലെ ഇരുണ്ട ലോകം സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ വില്ലൻ കഥാപാത്രങ്ങളിൽ ഒന്നായി മാറി. സിനിമയിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്നറിയാമോ? കത്തി നായികയുടെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങുന്നത് വ്യക്തമായി കണ്ടുവെന്ന് പ്രേക്ഷകർ വിശ്വസിക്കുന്നു. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. ആ രംഗത്തിൽ ഒരിടത്തും കത്തി ശരീരത്തെ തൊടുന്നില്ല. ഇവിടെയാണ് ഹിച്ച്കോക്ക് എന്ന സംവിധായകൻ മാസ്റ്റർ ആകുന്നത്. വെറും 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ രംഗത്തിനായിട്ടായിരുന്നു 52 ഷോട്ടുകളും 78 കട്ടിങ്ങുകളും സംവിധായകൻ വിദഗ്ധമായി ഉപയോഗിച്ചു. ഈ രംഗത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ അദ്ദേഹം സൃഷ്ടിച്ചത് ഒരു ദൃശ്യത്തെക്കാൾ ശക്തമായ ഭയമായിരുന്നു. ഹിച്ച്കോക്ക് ക്യാമറയിൽ കാണിച്ചത് വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രം. ഷവറിനുള്ളിൽ നിൽക്കുന്ന നായിക, പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു നിഴൽ രൂപം, ഉയരുന്ന കത്തി, ഭയത്തിൽ നിലവിളിക്കുന്ന മുഖം, ഒഴുകുന്ന വെള്ളത്തിലൂടെ പടരുന്ന രക്തം. ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ ഭാവനയായിരുന്നു. മനുഷ്യന്റെ ഭാവന നേരിട്ട് കാണിക്കുന്ന ദൃശ്യങ്ങളെക്കാൾ ഭീകരമാണെന്ന് ഹിച്ച്കോക്ക് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതിനാലാണ് 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ രംഗം ഇന്നും ആളുകളെ അസ്വസ്ഥരാക്കുന്നത്. ഇനി മറ്റൊരു കൗതുകകരമായ രഹസ്യം, ഷവറിലൂടെ ഒഴുകിയ ആ രക്തം യഥാർത്ഥത്തിൽ രക്തമായിരുന്നില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായതിനാൽ ഹിച്ച്കോക്ക് ഉപയോഗിച്ചത് ചോക്ലേറ്റ് സിറപ്പായിരുന്നു. വെളുത്ത ബാത്ത് ടബിലൂടെ ഒഴുകുന്ന കറുത്ത സിറപ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിൽ യഥാർത്ഥ രക്തത്തെക്കാൾ ഭയാനകമായി തോന്നി. ഈ ഒരു ഒറ്റ രംഗം ചിത്രീകരിക്കാൻ മാത്രം ഒരാഴ്ചയോളം സമയം എടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ രംഗത്തിന്റെ ആത്മാവ് മറ്റൊന്നു കൂടിയായിരുന്നു, പശ്ചാത്തല സംഗീതം. ബെർണാഡ് ഹെർമാന്റെ വയലിൻ കമ്പികളിൽ നിന്ന് ഉയർന്ന ആ മൂർച്ചയേറിയ ശബ്ദം ഇന്നും സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ഭീതിജനകമായ സംഗീതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. രസകരമായ കാര്യം എന്തെന്നാൽ ആദ്യം ഈ രംഗത്തിന് സംഗീതം വേണ്ടെന്നായിരുന്നു ഹിച്ച്കോക്കിന്റെ തീരുമാനം. പക്ഷേ ഹെർമാന്റെ സംഗീതം കേട്ടതോടെ അദ്ദേഹം തന്റെ തീരുമാനം മാറ്റി. അതാണ് സിനിമയുടെ ചരിത്രവും മാറ്റിയത്. അതുകൊണ്ടാണ് 66 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും സിനിമാ ചരിത്രം സൈക്കോയ്ക്ക് മുൻപുള്ള സിനിമയും സൈക്കോയ്ക്ക് ശേഷമുള്ള സിനിമയും എന്ന് രേഖപ്പെടുത്തുന്നത്.